നാടൊന്നാകെ നഗരമൊന്നാകെ അങ്ങനെ എല്ലാവിധ ആവേശത്തിലേക്കും ഈ പൂരത്തിൻ്റെ ആ ലഹരിയിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സാനു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനു ഉത്സവ നഗരിയിൽ തന്നെ, പൂരനഗരിയിൽ തന്നെയുണ്ട്. സാനു എവിടെയാണ്, എന്താണ് സാനുവിൻ്റെ ഒപ്പമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സാനു എവിടെയാന്ന് പറഞ്ഞായിരുന്നോ? എന്തായാലും ഈ നാടൊന്നാകെ, ഈ നഗരം ഒന്നാകെ ആ പൂരാവേശത്തിലേക്ക് എത്തുകയാണ്. നഗരത്തിന്റെ പലയിടങ്ങളിലും ഇങ്ങനെ ഓരോരോ ഘടകക്ഷേത്രങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പോയത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അരുണാലത്തൂർ അവിടുത്തെ മുഴുവൻ വിവരങ്ങളും നമുക്ക് വേണ്ടി വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സാനു കെ സജീവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. സാനു ഇപ്പോൾ എവിടെയാണ്, എന്താണ് സാനുവിനൊപ്പമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹലോ നമ്മളിപ്പോൾ മുന്നിലാണ്. ഇപ്പോൾ കണിമംഗല ശാസ്താവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളുന്നത്. അതായത് തെക്കേ ഗോപുര നടവഴി രാവിലെ വെയിലും മഴയും ഏൽക്കാതെ ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവ്, ദേവഗുരുവായിട്ടുള്ള കണിമംഗല ശാസ്താവ് നാഥനിൽ എത്തിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്നും ഈ ഒരു ഘടകപൂരം പുറപ്പെടുന്ന സമയത്ത് ഒരാനപ്പുറത്താണ് കണിമംഗല ശാസ്താവ് എഴുന്നള്ളിയതെങ്കിൽ അത് പിന്നീട് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിലെത്തിയപ്പോൾ, മണികണ്ഠനാലിലെത്തിയപ്പോൾ അത് 9 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥനിലേക്ക് വരികയും, അതേപോലെ തന്നെ ഇന്നലെ നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറി വന്ന് തുറന്നിട്ടിട്ടുള്ള തെക്കേ ഗോപുര നടവഴി ഉള്ളിലേക്ക് പ്രവേശിച്ച ആ ഒരു കണിമംഗല ശാസ്താവ്, ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവ്, അതേപോലെ തന്നെ ദേവഗുരുവായിട്ടുള്ള കണിമംഗല ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങാതെ, അത് ഒരു ആചാരത്തിലൊരു സവിശേഷത കൂടിയാണ്. ദേവഗുരുവായിട്ടുള്ള കണിമംഗല ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങാതെയാണ് മറ്റെല്ലാ ഘടകപൂരങ്ങളും ഈ വടക്കുന്നാഥനിലെത്തുമ്പോൾ അവിടെ എത്തിയതിന് ശേഷം വടക്കുന്നാഥനെ വണങ്ങിയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തേക്ക് എഴുന്നള്ളുന്നതും. അത് ഈ ഒരു പൂരത്തിൻ്റെ പൂരപദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ്. എന്നാൽ കണിമംഗല ശാസ്താവ് അങ്ങനെയല്ല. വടക്കുന്നാഥനെ വണങ്ങാതെ പുറത്തേക്ക് വരുന്ന ഒരേ ഒരു പൂരം, അതാണ് ഒരേ ഒരു ദേവൻ, അത് കണിമംഗല ശാസ്താവാണ്, ദേവഗുരുവായിട്ടുള്ള കണിമംഗല ശാസ്താവാണ്. എന്തായാലും ഈ കണിമംഗല ശാസ്താവ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ആ പൂരം നടക്കുന്നതിൻ്റെ, ആ ഒരു മേളം നടക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു തിരുവമ്പാടി ദേശത്തിൻ്റെ വെടിക്കെട്ടിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ആളുകൾ കുറയുമെന്നുമൊക്കെയുള്ള ഈ ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് വലിയ ജനസഞ്ചയം തന്നെ ഈ ഒരു രാവിലെ തന്നെ, ഈ ഒരു പുലർച്ചെ തന്നെ, ഈ ആദ്യത്തെ ഘടകപൂരം എത്തുന്ന സമയത്ത് തന്നെ, കണിമംഗല ശാസ്താവ് എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അത് പൂരത്തിൻ്റെ, അതല്ലെങ്കിൽ ആ ഒരു 230 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാനായിട്ടുള്ള, ആ ഒരു ചരിത്ര പാരമ്പര്യം അവകാശപ്പെടാനുള്ള, ആചാര പാരമ്പര്യം അവകാശപ്പെടാനുള്ള, തൃശ്ശൂരിന് മാത്രം അവകാശപ്പെടാനുള്ള, ലോകത്തിന് തൃശ്ശൂർ നൽകിയിട്ടുള്ള സംഭാവനയായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു ഗരിമ അവർ കാത്തു സൂക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തതിൻ്റെ കൂടി ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ, വലിയ രീതിയിലുള്ള പ്രേമികൾ, വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒരു സഞ്ചയം തന്നെ ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. എന്തായാലും കണിമംഗല ശാസ്താവ് വടക്കുന്നാഥനിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ഇനിയും ഇതിന് പിന്നാലെ മറ്റ് ഘടകക്ഷേത്രങ്ങൾ ഓരോന്നായിട്ട് ഇവിടേക്ക് വരാനുണ്ട്. ഈ കണിമംഗല ശാസ്താവ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത രണ്ടാമത്തെ ഘടകപൂരം മണികണ്ഠനാലിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇടതടവിൽ പൂരങ്ങൾ, 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് വന്ന് സംഗമിക്കും. അത് വൈകുന്നേരമാകുമ്പോൾ, അത് ഉച്ച തിരിയുമ്പോഴത്തേക്കും ആ 8 കൈവഴികളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു ജനസഞ്ചയം അതൊരു സമുദ്രമായി മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇന്ന് ഉച്ചയോടുകൂടി കാണാൻ സാധിക്കും. അങ്ങനെ തൃശ്ശൂർ പൂരത്തെ ജനം അത് ഹൃദയത്തിലേറ്റുകയാണ്. തൃശ്ശൂർ പൂരം ഇഷ്ടപ്പെടുന്നതിന് പല കാര്യങ്ങളുണ്ട്. ചിലർക്കത് വെടിക്കെട്ടാവാം, മറ്റു ചിലർക്ക് പൂരമാകാം, മറ്റു ചിലർക്കത് മേളമാകാം, അതങ്ങനെ കുടമാറ്റമാകാം. അങ്ങനെ പലവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗമ വേദി കൂടിയാണ് അങ്ങനെ പൂരം.
അങ്ങനെ എല്ലാ തരത്തിലുള്ള പൂരപ്രേമികളും എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളും കൂടി സംഗമിക്കുന്ന തൃശ്ശൂർ പൂരത്തിലേക്ക്, ആചാര പദ്ധതികൾ കൂടി സംഗമിക്കുന്ന തൃശ്ശൂർ പൂരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. ഇപ്പോൾ കണിമംഗൽ ശാസ്താവ് അവരുടെ ആ ഒരു പൂരത്തിലെത്തിയതിന് ശേഷം പുറത്തേക്ക് പോകുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.